ഏറെക്കുറെ എല്ലാവരെയും ബാധിക്കുമെന്നുള്ള തോന്നലിൽ നിന്നാണ് ഞാൻ ഈ ഇതൊരു ഇൻഫർമേഷൻ ആണ്, അത് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കണം. ഞാൻ ആ വിവരം ഇവിടെ വായിക്കാം. കേരളത്തിലെ പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ കെട്ടിടങ്ങളിലെ, അതായത് വീട്, വാണിജ്യ, വ്യാവസായികമായിട്ടുള്ള സകലമാന നിയമലംഘനങ്ങൾ കണ്ടെത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇനി എന്താണ് ആ തീരുമാനം? എല്ലാ കെട്ടിടങ്ങളും നേരിട്ട് അളന്ന് പരിശോധിക്കാനാണ് തീരുമാനം. നിയമലംഘനങ്ങൾ മുൻകൂട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ സെക്രട്ടറിയെയോ വെള്ള പേപ്പറിലോ അറിയിച്ചാൽ പിഴ ഒഴിവാക്കുന്നതാണ്. ഇതാണ് ഒരു ഇൻഫർമേഷൻ. ഇനി അതിന്റെ ഭാഗമാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാന നിയമലംഘനങ്ങൾ ഇവയാണ്. മരണപ്പെട്ടവരുടെ പേരിൽ നികുതി കൊടുക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു, ഇപ്പൊ ഉപ്പ മരണപ്പെട്ടു, ഉപ്പാന്റെ പേരിലാണ് ഭൂമി ഉള്ളത്, അത് ആ പേരിൽ നിന്ന് മാറ്റാതെ ഉപ്പാന്റെ പേരിൽ തന്നെ നികുതി കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നടപടി ഉണ്ടാകും. അതായത് നമ്മൾ ഫൈൻ അടക്കേണ്ടി വരും എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, ഓല, ഓട്, വാർപ്പ് മുതലായ മേൽക്കൂര മാറ്റം വരുത്തിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ അറിയിക്കാതെ ചെയ്തത്. അതായത് നമ്മുടെ വീട് ഓല വീട്, ഓടുള്ള വീട് ഒക്കെ മാറ്റിയിട്ട് നമ്മൾ വാർപ്പിന്റെ വീടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ നികുതി ഉണ്ട്. നികുതി എന്ന് പറഞ്ഞാൽ ഒരു 1.5 നികുതി കേട്ടോ. ഇപ്പൊ പഴയ പോലെ നല്ല ഡബിൾ ആക്കിയിട്ടാണ് ഈ പറയുന്ന ജനങ്ങളുടെ സർക്കാർ ഉണ്ടല്ലോ, ആ സർക്കാർ ആ രീതിയിലാണ് നികുതിയൊക്കെ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതനുസരിച്ച് തന്നെ നികുതിയുടെ തോത് കണ്ടമാനം വർദ്ധിക്കും. അത് വളരെയധികം പ്രയാസമുണ്ടാക്കും. മാത്രമല്ല, ഇന്ന് തെരഞ്ഞു വരുന്നതോട് കൂടി ഇത് വന്നിട്ട് ഈ പറയുന്ന പോലെയുള്ള മാറ്റം വരുത്തലൊക്കെ കണ്ട് അവർക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ശക്തമായ പിഴ ഈടാക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, നികുതി ഒടുക്കാതെ മുകളിലേക്കും വശങ്ങളിലേക്കും മുറികൾ, വരാന്തകൾ, അടുക്കള, വർക്ക് ഏരിയ കൂട്ടിച്ചേരലുകൾ നടത്തിയത്. അതായത് നമ്മുടെ വീടിന്റെ മുകളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ പഞ്ചായത്തിന് വിവരം അറിയിച്ചില്ല. അങ്ങനെ വിവരം അറിയിച്ചിട്ടില്ല എങ്കിൽ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായ ഫൈൻ ഈടാക്കും, അതിന് നിയമ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നാലാമത്തതാണ് ഭയങ്കരമായ, വളരെ പ്രയാസകരമായ ഒന്ന്. അതായത് സർക്കാർ പദ്ധതികളിൽ ഉൾപ്പെട്ട PMAY ലൈഫ് മിഷൻ പദ്ധതിയിൽ, ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട നികുതിയില്ലാത്ത വീടുകളിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം 4 ലക്ഷം രൂപയാണ് ഈ ലൈഫ് മിഷൻ പദ്ധതിക്കൊക്കെ കിട്ടുന്നത്. ചിലപ്പോൾ 2 റൂമും ചെറിയ ഒരു വീടാണത്. അഥവാ ഒരു വർക്ക് ഏരിയ, കാരണം പിന്നെ അടുക്കള എങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കുടിരിക്കലൊക്കെ നടത്തുമ്പോൾ, വീട്ടിലേക്ക് കയറിയിരിക്കലൊക്കെ നടത്തുമ്പോൾ ചില ആളുകൾ ചില പൈസ ഒക്കെ കൊടുത്തതിനെ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട്, അഥവാ നമ്മളിൽ പെട്ട ആരെങ്കിലും ഒരു അടുക്കള ഉണ്ടെങ്കിൽ എന്റെ കുട്ടികൾക്ക് ആ റൂമിൽ കടന്നുറങ്ങാലോ എന്നുള്ള ആ ഒരു പ്രയാസത്തിന്റെ പേരിൽ നമ്മൾ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, അത് പിന്നെ ലൈഫ് മിഷനിൽ പെടുന്നില്ല. അതിന് പിന്നെ ആ വീടിന് നികുതി അടക്കേണ്ട ഗതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് വസ്തുത. എനിക്കറിയുന്ന ഒരുപാട് ആളുകൾ അവരവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്, പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ വീട് കയറ്റാതിരിക്കുന്നത്, അങ്ങനെ സർക്കാർ സഹായത്തിലൂടെ വീട് കിട്ടി ഉള്ളത് കൊണ്ട് ഒരു വർക്ക് ഏരിയ, അതായത് അടുക്കള നീട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ പോലും ഇനി നികുതി അടക്കേണ്ട ഗതികേടിലേക്ക് പോവുകയാണ്. അത് തെരഞ്ഞു പിടിക്കാൻ പോവുകയാണ് സർക്കാരിന്റെ ആളുകൾ. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അഞ്ചാമത്തത്, വാണിജ്യ കെട്ടിടങ്ങൾ മുകളിലേക്കും വശങ്ങളിലേക്കും അനധികൃതമായി ഷീറ്റ്, റൂഫ്, മറ്റു വസ്തുക്കൾ ഉപയോഗിച്ച് അനധികൃതമായ നിലക്ക് നിർമ്മിച്ച് ഉപയോഗിക്കല്. വാണിജ്യ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കച്ചവട ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അത്തരം ബിൽഡിങ്ങുകൾ നമ്മൾ ചിലപ്പോൾ മുകളിലേക്ക് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഷീറ്റ് ഇടുന്ന ഒരു സംഗതിയൊക്കെ ഉണ്ട്. ചില ഗോഡൌൺ ആക്കി ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ട് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പ്രത്യേകമായി വേറെ നികുതി ഈടാക്കും എന്നുള്ളതാണ് പറയുന്നത്. ആറാമത്, കെട്ടിടത്തിന്റെ മുന്നിലും വശങ്ങളിലും ഒഴിച്ചിടേണ്ട സ്ഥലം മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ ഒരു കെട്ടിടത്തിൽ ഒരു സ്ഥാപനം ഉണ്ടാവും, അതിന്റെ ഒരു സൈഡിൽ സാധനങ്ങൾ വെക്കാൻ വേണ്ടി, ചിലപ്പോൾ ലോഡ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രത്യേകമായ ഏരിയകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ബിൽഡിങ്ങിന്റെ ഒപ്പം ചേർത്തുകൊണ്ട് അതിനൊക്കെ പ്രത്യേകമായ നികുതി ഈടാക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മൾ വീടുണ്ടല്ലോ, ആ വീടിന്റെ സൈഡിൽ നമ്മൾ ഷീറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ തുണികൾ ഉണക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വർക്ക് ഏരിയ ആക്കി തിരിച്ചിട്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവർ അളക്കുമ്പോൾ അത് കൂട്ടി അളന്നിട്ട് അതിനെന്ത് ചെയ്യും, അതിനും പ്രത്യേകമായ നികുതി കൂട്ടി വാങ്ങും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഏഴാമത്, പ്ലാനിൽ വാഹന പാർക്കിങ്ങിനായി കാണിച്ച സ്ഥലം മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കൽ. അതായത് നമ്മുടെ പ്ലാനിൽ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത സ്ഥലങ്ങൾ ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ്. അവിടെയൊക്കെ ചിലപ്പോൾ ബിൽഡിങ്ങുകളൊക്കെ കയറ്റിയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള അനധികൃതമായ നിർമ്മാണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തിക്കൊണ്ട് അതിന് പ്രത്യേകമായ നികുതി ചുമത്തും. മാത്രവുമല്ല അതിന്റെ ആ ഒരു നിയമലംഘനത്തിന് പ്രത്യേക ഫൈൻ ഈടാക്കും എന്നുള്ളതും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വീടിന്റെ മുകൾ നില, വശങ്ങൾ എന്നിവ വാടകയ്ക്ക് നൽകി കോട്ടേഴ്സ് ആയി ഉപയോഗിക്കുക. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ, നമ്മുടെ സ്വന്തം വീടിന് ഒരു വരുമാനമില്ലാതെ നിൽക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അപ്പൊ എന്റെ വീടിന്റെ മുകളിൽ ഒരു ടീമിന് വാടകയ്ക്ക് കൊടുത്താൽ എനിക്ക് ഒരു 5000 റുപ്യ കിട്ടും എന്നുള്ള ആ ഒരു തോന്നലിലേ
അങ്ങനെ വാടകയ്ക്ക് വല്ല ടീച്ചർമാർക്കോ മറ്റുള്ളവർക്കോ പിന്നെ എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്കോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് വരെ നികുതി ഇനത്തിൽ നിന്ന് മാറാൻ പോവുകയാണ് എന്നുള്ളതാണ് സാരം. ചുരുക്കി പറയുന്നത് അതാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡേ കെയർ, ഡോർമെട്രി തുടങ്ങിയ നിരവധി ഒക്കുപെൻസികൾ മാറ്റി മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കൽ. അതായത് ഡോർമെട്രി എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ള ഹാളുകൾ, ഈ ഡേ കെയർ എന്നൊക്കെ പറയുന്നത് ഈ ചെറിയ ചെറിയ സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ടേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തത് അതൊക്കെ മാറ്റിയിട്ട് പിന്നെ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ആ ഒരു രീതിയിലേക്ക് തരം മാറ്റപ്പെടും. 10ാമത്തേത് വാണിജ്യ ആവശ്യത്തിനും താമസത്തിനുമുള്ള കെട്ടിടങ്ങൾ പള്ളികൾ അമ്പലങ്ങൾ ആക്കി മാറ്റി ഉപയോഗിക്കൽ. അതായത് നമ്മളൊരു ഒരു കെട്ടിടം ഉണ്ടാക്കി, അത് നമ്മൾ ചിലപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി കൊടുത്തു, എന്നാൽ അവിടെ പള്ളിയുണ്ട് അല്ലെങ്കിൽ അമ്പലമുണ്ട് മറ്റു ആരാധനാലയങ്ങളാണ് എങ്കിൽ ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ചുകൊണ്ട് അതിന് ലൈസൻസ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും. തുടങ്ങിയ എല്ലാ നിയമലംഘനങ്ങളും പരിശോധിക്കപ്പെടും. അത് നേരിട്ട് വന്ന് പരിശോധിക്കപ്പെടും. അപ്പൊ നമ്മളെല്ലാ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ജനസേവാ കേന്ദ്രങ്ങളിൽ, അക്ഷയ പോലുള്ള മറ്റു ജനസേവാ കേന്ദ്രങ്ങളിൽ ഇതിന്റെ അപേക്ഷാ ഫോം കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഭാഗത്ത് അനധികൃതമായിട്ട് തോന്നിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നേരിട്ട് കണ്ട് ആ ഒരു കാര്യത്തെ ബോധിപ്പിക്കുക. അങ്ങനെ ആയാൽ പിഴ കൊടുക്കേണ്ടതില്ല എന്ന് അറിയുന്നു. ഏതായാലും ഇതിൽ പ്രയാസം അനുഭവിക്കുന്നത് ഞാൻ 4ാമതായി സൂചിപ്പിച്ച ലൈഫ് മിഷൻ പദ്ധതിയിലൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് PMAY പദ്ധതിയിലൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് സർക്കാർ സഹായത്തിൽ വീട് കിട്ടിയ പാവപ്പെട്ട മനുഷ്യന്മാർ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നികുതി വരുന്ന കോലത്തിൽ കാര്യങ്ങൾ പോവുകയാണ്. ഏതായാലും വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയുടെ ഓക്സിജൻ വലിച്ചൂരുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നികുതി ഇരട്ടിപ്പിച്ചുകൊണ്ട് മാത്രവുമല്ല നേരിട്ട് വന്ന് പരിശോധിച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആ ഒരു സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ചെറിയ കാര്യങ്ങളെപ്പോലും അതിലേക്ക് പോലും ആഴ്ന്നിറങ്ങിക്കൊണ്ട് പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു. ഏതായാലും ഈ വിഷയത്തിൽ വളരെ പ്രയാസകരമായിക്കൊണ്ട് തന്നെ എനിക്ക് എന്നെ ശ്രദ്ധിക്കുന്ന സകലമാന ആളുകളോടും പറയാനുള്ളത്, പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ജനങ്ങൾ പെട്ടുപോകുന്നതാണ്, അങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റെസിപ്റ്റുകൾ നിങ്ങൾ കൈവശം വെക്കണം. കാരണം നമ്മൾക്ക് പവറുള്ള ഒരു ദിവസം വരും. ആ ദിവസത്തിൽ നമ്മുടെ അടുത്തു വരുന്ന ഈ ഭരണകൂടത്തിന്റെ ആളുകളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ സാധനം കാണിച്ചു കൊടുത്തിട്ട് പറയണം, നിങ്ങൾ എൻ്റെ കുടുംബത്തിന്റെ എൻ്റെ വീടിന്റെ അടുക്കളയിൽ പോലും വന്നുകൊണ്ട് വലിയ രീതിയിലുള്ള നികുതി ചുമത്തിക്കൊണ്ട് എന്നെ പ്രയാസപ്പെടുത്തിയതിന്റെ റെസിപ്റ്റാണിത്. ഈ ഒരു രീതിയിലൊക്കെ ഞങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അത് ഞങ്ങൾ മറന്നിട്ടില്ല എന്നുള്ളത് മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം ഉണ്ടാവുകയും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. ഈ ഒരു വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാകും ഈ കേരളത്തിൽ എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്ന് പ്രിയമുള്ളവരെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പെടുന്നതിനെയുള്ള പരിശോധനയിൽ പെട്ടുപോകുമ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് ഇതൊരു ഇൻഫർമേഷനായി കൊടുക്കുക. വരും നാളുകളിൽ ഈ വിഷയത്തെ അനുഭവിക്കുമ്പോൾ ആ യാസർ പൂക്കോട്ടുംപാടം വന്ന് അത് അങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഏതായാലും ഇനി എന്തെല്ലാം കുരുക്കുകൾ ജനങ്ങളുടെ കഴുത്തിൽ മുറുക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.